ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ജോൺ ഡിയർ 5045 4 വീൽ ഡ്രൈവ് ട്രാക്ടർ. വണ്ടി ഭയങ്കര പുള്ളിങ്ങും കുറവ്. 2-3 പ്രാവശ്യം വണ്ടി ഓഫായി. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡീസൽ വരുന്നില്ല ടാങ്കിൽ നിന്ന്. പൈപ്പ് അയച്ച് നോക്കി, അവിടെ നിന്ന് ഡീസൽ എത്തുന്നില്ല. ഇനിയിപ്പോൾ ഈ ഭാഗത്തുള്ള ഫിൽറ്ററാണ് ഇനി ഇവിടെ അയച്ച് നോക്കാനുള്ളത്. ഇവിടെ ചെറിയൊരു ഫിൽറ്ററാണ്. കമ്പനിക്ക് കുറച്ചും കൂടെ വലിയൊരു ഫിൽറ്റർ ടാങ്ക് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു. എന്തായാലും അയച്ച് നോക്കാം. ഫിൽറ്റർ അയക്കുന്നതിന് മുൻപ് ടാങ്കിലുള്ള ഡീസൽ കംപ്ലീറ്റ് ചോർത്തണം. അത് ചോർത്തിയപ്പോഴാണ് അതിലുള്ള കച്ചറകൾ കംപ്ലീറ്റ് കാണുന്നത്. ഇതെങ്ങനെയാണ് ടാങ്കിൽ കച്ചറകൾ വന്നത് എന്നറിയില്ല. ചിലപ്പോൾ ക്യാനിൽ ഡീസൽ കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് പൈപ്പിൽ വല്ല മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ ആവാം സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഫുള്ളായിട്ട് ചോർത്തി അരിച്ചൊഴിക്കണം. ഡീസൽ മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് ടാങ്കിലത്തെ അഴുക്കുകളൊക്കെ കളഞ്ഞു. ഇനി ഇവിടെയാണ് ഫിൽറ്റർ. അപ്പോൾ അതിനായിട്ട് ഇത് ലൂസാക്കിയിട്ട് ഇത് തിരിച്ചെടുക്കാണ്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കുക ചെയ്യുക. ഇതാണ് ഇതിനുള്ളിലത്തെ ഫിൽറ്റർ. ഇതിൽ ഫുള്ള് അഴുക്ക് കയറിയിട്ട് അടഞ്ഞു കിടക്കണം. പിന്നെ ഡീസൽ ഇങ്ങോട്ട് പാസ് ചെയ്യില്ലല്ലോ. ഓക്കെ, ഇനി ഇത് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനെല്ലാം ക്ലിയർ ആവും. ഫുള്ള് ക്ലീനാക്കി എടുത്ത് ഫിൽറ്റർ. ഇത്രയും ചെറിയൊരു ഫിൽറ്റർ കമ്പനിക്ക് ശരിക്കും ഇവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ വലിയ ഫിൽറ്റർ കൊടുക്കാമായിരുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോന്നിട്ട് ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് സ്വരാജ് മസ്ത, ഐഷർ അങ്ങനത്തെ വലിയ വണ്ടികൾക്കൊക്കെ വരുന്ന പോലെ ഒരു ഫിൽറ്റർ കൊടുക്കാമായിരുന്നു. ഇതിൻ്റെ ഇത്രയും ചെറിയൊരു ഫിൽറ്റർ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചെറിയ ചെറിയ പൊടി വരുമ്പോഴൊക്കെ അടയാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ടാങ്കിൽ നിന്ന് ഒഴിവാക്കുന്ന ഡീസലിന് ഒരുപാട് അഴുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അഴുക്കുകളൊക്കെ ഇതുപോലത്തെ ഒരു ഫിൽറ്റർ ഇതിൻ്റെ മുൻപായിട്ട് അവിടെ നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്ന് അടയും, അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യും. അപ്പോൾ ഒരു ടാങ്കിൽ അത്ര അഴുക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ഫുള്ള് ക്ലിയറായ ഡീസൽ. ഇനി ഈ ഡീസലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ലൈനുകളൊക്കെ ഫുൾ ക്ലിയറായി. ഇതിൻ്റെ ലിഫ്റ്റ് പമ്പ് ഇതാണ്. ഈ ലിഫ്റ്റ് പമ്പിന് എൻ്റെ ലിഫ്റ്റിങ്ങനെ പൊങ്ങി കൊടുക്കും. ഡീസലിൻ്റെ ലൈനുകളൊക്കെ ഫുൾ ക്ലിയറാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് പമ്പ് ഇതുപോലെ ഫിൽറ്റർ അടവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാലിൻ്റെ കിട്ടും. ലിഫ്റ്റ് പമ്പ് ലൂസാക്കിയാൽ കാലിന് വരും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.